ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോസ്റ്റിലാക്കാൻ മേളിൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ വരട്ടാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: സബോള ചെറുതായി അരിഞ്ഞത്, തക്കാളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, അതേപോലെ ചെറിയുള്ളി ആവശ്യത്തിന് ചതച്ചത്. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചൂടാവട്ടെ, നമുക്ക് കാണാം. അങ്ങനെ ഗായ്സ്, നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റായിട്ട് ഞാനല്ല കേട്ടോ, അതൊന്നും ഉണ്ടാക്കുന്ന അമ്മയാണ്. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിനുശേഷം നമ്മൾ സവാള അരിഞ്ഞതും പച്ചമുളക് ചതച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ഇനി നമ്മൾ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സവാള കരിഞ്ഞിട്ടതിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നത് സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ, നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കരിവേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പും എല്ലാതും മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. നമുക്ക് അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ നല്ലോണം പിടിക്കണം. എന്നിട്ട് അതൊന്ന് അടച്ച് വയ്ക്കുക. അടച്ചതിന് ശേഷം ഇന്നൊരു 5-6 മിനിറ്റ് അവിടെ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ല് വരും കേട്ടോ. അടിപൊളി ചിക്കൻ വരട്ടില്ലേ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയാൽ മതി. ഇങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിന്. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇളക്കാൻ. ഫൈനലി നമ്മളെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് ഫൈനൽ ലുക്കിൽ നിന്ന് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. ആഹാ, ഓ എന്താ ടേസ്റ്റ് എന്നറിയാം. അടിപൊളി. സൂപ്പർ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്.